നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തം, കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. മഴയിൽ വ്യാപക നാശനഷ്ടം, വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇടപ്പള്ളിക്കോട്ടയിൽ ഫ്ലെക്സ് ബോർഡുകൾ വീണ് വാഹനങ്ങൾ തകർന്നു. കുണ്ടറയിലും വ്യാപക നാശം. ശക്തമായ മഴയിൽ ഇരുനിലകളുള്ള കടമുറി കെട്ടിടം തകർന്നു. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. 25 ലക്ഷം രൂപയുടെ നഷ്ടം. വേടനെതിരായ പരാമർശം, RSS നേതാവിന് സ്റ്റേഷൻ ജാമ്യം. കേസരി മുഖ്യപത്രാധിപർ NR മധുവിനാണ് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. INCOIS മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വേടനെതിരെ പരാമർശം നടത്തിയ കേസിൽ RSS നേതാവിന് സ്റ്റേഷൻ ജാമ്യം. കേസരി മുഖ്യപത്രാധിപർ NR മധുവിനെയാണ് കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. NR മധുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്ന് NR മധു പറഞ്ഞു. വേടൻ എന്ന കലാകാരനെയല്ല, വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്. പാലസ്തീൻ പതാക വെച്ച് പാടുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് കരുതുന്നില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത്. വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്. പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോര കുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വേടനെ മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകളുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും NR മധു പറഞ്ഞു. അത് ആ ഒരു വാദം തന്നെ എന്താണ് ഈ പറയുന്ന റാപ്പ് സംഗീതത്തിലൂടെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം വേടനെ മുൻനിർത്തി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ആധുനിക കാലത്തും ഇത്തരം ജാതിവാദങ്ങൾ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാറ്റിലും മഴയിലും കുണ്ടറയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീടിന് മുകളിലേക്കും മരം വീണു. ശക്തമായ കാറ്റിൽ കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ നാശനഷ്ടം. പഴങ്ങാലം നന്ദനം വീട്ടിൽ അനിരുദ്ധൻ പിള്ളിയുടെ വീടിന് മുകളിൽ തേക്കുമരം വീണ് കേടുപാടുകൾ സംഭവിച്ചു.
പോച്ചങ്കോണം MN ജംഗ്ഷനിൽ മരം കണ്ടപുഴകി വൈദ്യുതി കമ്പിക്ക് മുകളിൽ വീണു. 10ഓളം വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നത്. പാറയ്ക്കൽ വീട്ടിൽ മഹേഷിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നു. നെടുമ്പായിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിക്ക് സമീപത്തെ കൂറ്റൻ മരം കടപുഴകി. ഇതുവഴി രോഗിയുമായി പോയ എഴുകോൺ ESI ആശുപത്രിയുടെ ആംബുലൻസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ESI റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശത്ത് നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഫീഡർ പോസ്റ്റും തകർന്നു. ചീരങ്കാവ് ഗ്രീൻ പാർക്ക് ഹോട്ടലിന് സമീപത്തെ മാവ് ചരിഞ്ഞ് വൈദ്യുതി കമ്പിയിൽ തട്ടി നിന്നതിനാൽ അപകടം ഒഴിവായി. മാറനാട് ഈരാടൻമുക്കിൽ മരം വൈദ്യുതി കമ്പിയിൽ വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നെടുമ്പായിക്കുളം ചിത്ര ജംഗ്ഷനും കൈതറ ജംഗ്ഷനും ഇടയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കേരളപുരം കോവിൽമുക്ക് സുധീഷോയിൽ സുദർശനന്റെ വീടിന് മുകളിൽ മരം വീണ മേൽക്കൂര തകർന്നു. ഇളമ്പള്ളൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന യൂണിറ്റ് എത്തിയാണ് മരം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ആലഞ്ചേരി പാണയം റൂട്ടിൽ അണങ്ങൂർ ഭാഗത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കൂറ്റൻ തേക്കുമരം കടപുഴകി മതിലും ഗേറ്റും തകർന്നു. ഒന്നും പറയാൻ ആളുമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് അത് വേണ്ടുന്ന നടപടി എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തരണം. ഈ മരങ്ങൾ തിരിച്ചായിരുന്നെങ്കിൽ ഞങ്ങളെ ജീവൻ ഇന്ന് കാണത്തില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ ബോഡിയായിട്ട് തന്നെ കഴിഞ്ഞേനെ. അഞ്ചലിലും സമീപ പ്രദേശങ്ങളിലുമാണ് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നഷ്ടം സംഭവിച്ചത്. ആലഞ്ചേരി പാണയം റൂട്ടിൽ അണങ്ങൂർ ഭാഗത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കൂറ്റൻ തേക്കുമരം കടപുഴകി മതിലും ഗേറ്റും തകർന്നു. മരം മുറിക്കാനും ഒന്നും ഉള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. നിങ്ങൾ ഞങ്ങളുടെ വീടുകൾ നോക്ക്. ഞങ്ങളെല്ലാം വെറും സാധാരണക്കാരാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ട് 3 വീട്ടുകാർ ചേർന്ന് ഇവിടെ നിന്ന് 3 മരങ്ങൾ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ റോഡിന് മേളിലുള്ള മരങ്ങളാണ് വീണത്. ഇത് ഞങ്ങൾക്ക് എത്രയും വേഗം ഇത് മുറിച്ച് മാറ്റി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം. നിരവധി വൈദ്യുതി പോസ്റ്റുകളും വൈദ്യുതി കമ്പികളും തകർന്നു. മരം മുറിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഏരൂർ ഭാരതീപുരം കിഴക്കേക്കോണത്ത് കൂറ്റൻ മരങ്ങൾ കടപുഴകി നിരവധി വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നത്. പ്രദേശത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഭാരതീപുരം ചാവൂർകോണത്ത് നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കാറ്റടിച്ചത് കൊണ്ട് മാത്രം കിഴക്കോട്ട് മറിഞ്ഞു. അല്ലാതെ അത് തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു ശവപ്പറമ്പായി മാറിയേനെ ഈ സ്ഥലം. ഇത് കണ്ടിട്ടെങ്കിലും അധികാരികൾ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ പാവങ്ങളുടെ ജീവന്റെ സുരക്ഷ നൽകത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കണം. അടിയന്തരമായി പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. റവന്യൂ ഉദ്യോഗസ്ഥർ അതിനകത്ത് ഇടപെടണം. ഫോറസ്റ്റുകാർ ഇടപെടണം. എല്ലാവരുടെയും കൂടെ ഒരു സംയുക്തമായ രീതിയിൽ ഏത് തരത്തിലായാലും ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങളും നടപടിയും ഉണ്ടാകണം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. വൈദ്യുതി കമ്പികളുടെ മുകളിൽ നിന്നും റോഡിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള തീവ്രയത്നത്തിലാണ് അഗ്നിരക്ഷാസേനയും KSEBയും പോലീസ് ഉദ്യോഗസ്ഥരും. മരം എതിർ ദിശയിലോട്ട് വീണതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വീട്ടിൻ്റെ മണ്ടേ വന്ന് വീണ് ഞങ്ങളെല്ലാം തീർന്നേനെ. ഇനിയും മരങ്ങൾ ഭീഷണിയായിട്ട് നിൽക്കുക. അത് അധികാരികൾ കണ്ണു തുറന്ന് അതിനൊരു തീരുമാനം എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വീട് കയറി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തയാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ഇയാൾ മോഷണക്കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അയൽവാസിയെ വീട് കയറി ആക്രമിക്കുകയും ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് മണക്കോട് മരുതിവിളപ്പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ ഇയാൾ വീട്ടിലെത്തുന്നത് പോലീസിനെ അറിയിക്കുന്നു എന്നാരോപിച്ചായിരുന്നു അയൽവാസിയായ മണക്കോട് ചരുവിള വീട്ടിൽ വിമലയുടെ വീട്ടിൽ ആക്രമണം നടത്തിയത്. കന്നാസിൽ ഡീസലുമായി വീട്ടിലെത്തിയ ബാബു വീടിനുള്ളിൽ ഡീസൽ ഒഴിക്കുകയും കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. ഏരൂർ CI പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഭാരതീപുരത്തു നിന്നുമാണ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. വീട് കയറിയുള്ള അക്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത്. സമീപത്ത് നടന്ന ഏതെങ്കിലും മോഷണ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കൊട്ടാരക്കര പുത്തൂർ ചുങ്കത്തറയിലായിരുന്നു സംഭവം. പുത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പുത്തൂർ ചുങ്കത്തറയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചത്. മൂന്നാഞ്ചിറ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. പുത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. AC ഓണാക്കിയപ്പോൾ പുക ഉയരുകയും തീ ആളിപ്പടരുകയുമായിരുന്നു. കാറിൽ നിന്നും പുക ഉയർന്നപ്പോൾ തന്നെ കാറിലുണ്ടായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരനും പുറത്തേക്കിറങ്ങി. ഉടൻ തീ ആളിപ്പടരുകയായിരുന്നു.
കഴിഞ്ഞ ദിവസം കാർ നന്നാക്കിയ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു ഉടമയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. നാട്ടുകാരും പോലീസും ചേർന്നാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കടൽക്ഷോഭത്തിൽ നാശനഷ്ടം. കായംകുളം പൊഴിയുടെ വടക്കേക്കരയിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. ഇവിടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ കടൽക്ഷോഭത്തെ നേരിടേണ്ടി വരും. കായംകുളം പൊഴിയുടെ വടക്കേക്കരയിൽ വലിയജീക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കൽക്കെട്ടുകളാണ് തകരുന്നത്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കുകിഴക്കേ മൂലഭാഗത്താണ് കടൽക്ഷോഭത്തിൽ കായലിനോട് ചേർന്നുള്ള കൽക്കെട്ടുകൾ ഉൾപ്പെടെ തകരുന്നത്. നേരത്തെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് ഇവിടെ കടൽ കയറ്റമുണ്ടായപ്പോൾ സർക്കാർ കെട്ടിയ കൽഭിത്തിയും കിഴക്കുഭാഗത്ത് സ്വകാര്യ വ്യക്തി കെട്ടിയ കൽഭിത്തിയും കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിലാണ് ഭാഗികമായി തകർന്നത്. അടിയന്തരമായി ഈ ഭാഗത്ത് കൽഭിത്തി പുനർനിർമ്മിച്ചില്ലെങ്കിൽ വീടുകളും കടകളും ഒപ്പം സ്കൂളും കടൽ കയറ്റ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശക്തമായ മഴയിൽ ഇരുനിലകളുള്ള കടമുറി കെട്ടിടം തകർന്നു വീണു. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ശാസ്താംകോട്ട കരുനാഗപ്പള്ളി പാതയോരത്ത റെയിൽവേ ക്രോസിന് സമീപം തൈക്കാവ് മുക്കിലെ കെട്ടിടമാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. താഴത്തെ നില പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് പോയി. ലക്ഷങ്ങൾ വിലയുള്ള പന്തൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് താഴത്തെ മുറികളിലായിരുന്നു. ചെമ്പ്, ഓട്, സ്റ്റീൽ എന്നിവയുടെ വലുതും ചെറുതുമായ പാത്രങ്ങളും ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും പൂർണ്ണമായും മണ്ണിനടിയിലായി. സംഭവ സമയം ആരും കടയിലുണ്ടായിരുന്നില്ല. മാരാരിത്തോട്ടം സ്വദേശിയായ മുരളീധരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. മൈനാഗപ്പള്ളി സ്വദേശി മുക്കിൽ വീട്ടിൽ സിയാദാണ് കടമുറികൾ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. പന്തൽ ഡെക്കറേഷൻ സ്ഥാപനം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഭൂരിഭാഗം പന്തൽ സാധനങ്ങളും കടയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒന്നും അവശേഷിച്ചിട്ടില്ല. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സിയാദ് പറഞ്ഞു. റവന്യൂ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികൾ നേരത്തെ ഒഴിഞ്ഞുപോയിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോളേജുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ കിഫ്ബി 250 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച പഴയ കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച പഴയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച റാങ്കിംഗ് നേടുകയാണെന്നും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കരവാളൂർ LP സ്കൂളിൽ പുതിയ കെട്ടിടം 2 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത്. ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല. സാധാരണ സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്നും വിഭിന്നമാണിത്. വിശാലമായ സ്മാർട്ട് ക്ലാസ് മുറികളും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അടുക്കളയും വലിയ മുറ്റവും പ്രത്യേകതകളാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പോൾ കുട്ടികളെ അവിടേക്ക് നല്ല സ്കൂളുകളിലേക്ക് കൊണ്ടുവിടാൻ രക്ഷകർത്താക്കൾ നിർബന്ധപൂർവ്വം അവർക്ക് അവിടെ വേണം അഡ്മിഷൻ എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അങ്ങനെ നല്ല സ്കൂളുകൾ എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് നാട്ടുകാരുടെ വലിയ പങ്കുണ്ട്. അവിടെ ആണ് ജനപ്രതിനിധികളെല്ലാം ആ പങ്ക് വഹിക്കുന്നുണ്ട്. ആ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊക്കെ എല്ലാ കാര്യങ്ങളിലും അത്തരം സൗകര്യങ്ങളും പിന്തുണയും എല്ലാം ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ടാവും. MLA വളരെ സജീവമായ കാര്യത്തിലുണ്ട്, ഗവൺമെൻറ് അക്കാര്യത്തിലുണ്ട്. ഞാനും വ്യക്തിപരമായി അത്തരം കാര്യങ്ങൾക്കെല്ലാം താല്പര്യവും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ K ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K യോഹന്നാൻകുട്ടി, SMC ചെയർമാൻ R അജിത് കുമാർ, കൊല്ലം DDE KA ലാൽ, അഞ്ചൽ AEO A ജാഫറുദ്ദീൻ, പ്രഥമാധ്യാപിക K പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. ജാതി സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുക,
വിവിധ കാരണങ്ങൾ കാണിച്ച് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ജാതി സർട്ടിഫിക്കറ്റിനായി മനുഷ്യസാധ്യമല്ലാത്ത നിബന്ധനകൾ ഏർപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജാതി സർട്ടിഫിക്കറ്റ് അവകാശമാണ്, തഹസിൽദാരുടെ ഔദാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരം. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സമരം ഉദ്ഘാടനം ചെയ്തു. അന്വേഷണങ്ങൾ പലപ്പോഴും നടക്കുന്നത് അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് അത് സമയബന്ധിതമായി നൽകാത്തതിന് പകരം ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം ഞാൻ തന്നെ ഇടപെട്ടിട്ട കേസുകളുണ്ട്. PSC ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് സമയബന്ധമായിട്ട് കൊടുക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാവാതെ ആ പറഞ്ഞ സമയത്തിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ താമസിച്ച് നൽകുന്ന ചില ഉദ്യോഗസ്ഥ സമീപനങ്ങൾ, ഇവർക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ ഈ സർക്കാർ എടുത്തു വരികയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇതിനെ കുട പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വന്നതിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും വലിയ സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ രാജ്യം. സമരങ്ങളോട് നേടിയെടുത്തതാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ. അപ്പൊ ആ രീതിയിലേക്ക് നയിക്കുവാതെ എല്ലാ ഉദ്യോഗസ്ഥരും, താലൂക്കിലെ തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുവാൻ തയ്യാറാകണമെന്നാണ് ഈ ഒരു സമരത്തിലൂടെ ഇവിടെ ആഹ്വാനം ചെയ്യാനുള്ളത്. PKS ചവറ ഏരിയ സെക്രട്ടറി S സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി M സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ശൂർനാട് ഏരിയ സെക്രട്ടറി ജുഗിൻ അരവിന്ദ്, ഏരിയ പ്രസിഡന്റുമാരായ മനോഹരൻ, K അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിവേഗം വികസിക്കുന്ന പ്രദേശമാണ് അഞ്ചലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിദേശ രാജ്യങ്ങളിലെ ആധുനിക മാർക്കറ്റുകളിൽ കാണപ്പെടുന്ന സൗകര്യങ്ങൾ അഞ്ചൽ മത്സ്യ മാർക്കറ്റിലും ലഭ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിക്കുന്ന അഞ്ചൽ ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു KN ബാലഗോപാൽ. കിഫ്ബിയുടെ മാർക്കറ്റ് വികസന ഫണ്ടിൽ നിന്നും 5 കോടി രൂപ അഞ്ചൽ മത്സ്യ മാർക്കറ്റിന്റെ വികസനത്തിനായി വകയിരുത്തിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കും. മാംസ സംസ്കരണം, ശീതീകരണ സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സംവിധാനം എന്നിവയാണ് പുതിയ മത്സ്യ മാർക്കറ്റിൽ ഒരുങ്ങുന്നത്. അഞ്ചലിന്റെ പല ഭാഗത്തായി പുതിയ റോഡുകളും പാലങ്ങളും വരികയാണ്. ആയൂർ അഞ്ചൽ റോഡ് വികസനത്തിനായി 120 കോടി രൂപ വകയിരുത്തിയതായും അഞ്ചൽ ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ബൈപ്പാസിന്റെ തുടർ വികസനം അഞ്ചലിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് നിർമ്മാണത്തിന് 3 കോടി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാർക്കറ്റ് പണം അടയ്ക്കേണ്ട എന്നൊരു എക്സംഷൻ കൊടുത്തത് കുറച്ച് മാർക്കറ്റുകൾക്ക് അത് കൊടുത്തു. അത് 5 കോടി രൂപയുടെ പണം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് അടയ്ക്കാതെ ഒരു മാർക്കറ്റാണ് കിട്ടിയത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആധുനിക സൗകര്യത്തോടു കൂടിയാണ് തീരദേശ വികസന കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന മാർക്കറ്റുകളൊക്കെ ഞാൻ കണ്ടത് വെച്ചിട്ട് യൂറോപ്യൻ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെയുള്ള ഫിഷ് മാർക്കറ്റുകളെ പോലെ ഏറ്റവും ആധുനിക സൗകര്യവും അവിടെ ഫ്രീസർ സൗകര്യവും അവിടുത്തെ ഈ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള പ്രത്യേക പ്ലാന്റും സഹിതമാണ് ഈ മാർക്കറ്റ് വരുന്നത്. അപ്പം അത് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ കുറച്ചേറെ സഹായിക്കും. അത് മാറ്റാൻ, ഇപ്പോഴത്തെ ഉള്ള അസൗകര്യങ്ങളും ദുർഗന്ധവും ഒക്കെ മാറ്റാൻ. ഞാനിന്ന് ശക്തികുളങ്ങളിൽ പോയിരുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നല്ല മാർക്കറ്റാണെങ്കിൽ, നല്ല സൗകര്യങ്ങളാണെങ്കിലാണ് താല്പര്യം, അല്ലെങ്കിൽ സംശയമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ്. ശക്തികുളങ്ങളിൽ പോയത് ഈ കടലിലെ മത്സ്യം ഇപ്പോൾ ഒരു കപ്പലപകടം ഉണ്ടായി കെമിക്കൽ വന്നിട്ട് മത്സ്യമൊക്കെ കെമിക്കലുള്ളതാണെന്ന് പറഞ്ഞ ആൾ 2-3 ദിവസമായിട്ട് മീൻ മേടിക്കുന്ന കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും മത്സ്യപ്പെട്ടും എല്ലാം ചേർന്നിട്ട് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീൻ കറി വെച്ച് വറുത്ത് ഒന്ന് കഴിക്കുന്ന ഒരുമിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഇതൊന്നും ഒരു കുഴപ്പമുള്ളതല്ലാന്നാണെന്ന് അറിയുമല്ലോ. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വൈസ് പ്രസിഡന്റ് KC ജോസ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശക്തമായ മഴയിൽ തേവലക്കര, പന്മന പഞ്ചായത്തുകളിൽ വ്യാപക നാശം. വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇടപ്പള്ളിക്കോട്ടയിൽ ഫ്ലെക്സ് ബോർഡുകൾ വീണ് വാഹനങ്ങൾ തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും തേവലക്കര, പന്മന ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത്. പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ കഴിഞ്ഞ രാത്രി ശക്തമായ കാറ്റിൽ ഫ്ലെക്സ് ബോർഡുകൾ നിലംപതിച്ച് വാഹനങ്ങൾ തകർന്നു. ബൈക്കുകളും ഓട്ടോറിക്ഷയുമാണ് തകർന്നത്. ആളപായമില്ല.
ഫ്ലക്സിനടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. തേവലക്കര പാലക്കൽ ശിവൻപിള്ളയുടെ വീട്ടിൽ നിന്ന് ആഞ്ഞിലിമരം സമീപ വീട്ടിലേക്ക് മറിഞ്ഞു വീണു. തെങ്ങിൽ തട്ടി മരം നിന്നതിനാൽ വീട്ടിലേക്ക് പതിച്ചുള്ള അപകടം ഒഴിവായി. പാലക്കൽ സ്വദേശി അബ്ദുൾ അസീസിന്റെ വീട്ടിൽ നിന്ന് ആഞ്ഞിലിമരവും കടപുഴകി. വീടിന്റെ വശത്തേക്കാണ് ആഞ്ഞിലിമരം പതിച്ചത്. 9:30 അല്ല, അതിന് താഴെയാ. 8:30 മണിയൊന്നെ ആയിട്ടുള്ളാവും. അന്നേരം 8:30 മണിയേ ആയിട്ടുള്ളൂ. ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പശു കയറ് പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാണ് ഒരു മരം വരുന്നതായിട്ട് കണ്ട. നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. മാടത്തിൻ്റെ പുറത്ത് വീഴുവോ പശു പുറത്ത്. ഭാഗ്യത്തിന് മാടത്തിൻ്റെ പുറത്ത് വീണില്ല, അങ്ങോട്ട് മാറി അങ്ങ് വീണ്. ചാണകവും മാടവും പോട്ടെ, വാഴ തെങ്ങും എല്ലാം പോട്ടെ, എന്നാലും ശരി കുഴപ്പമില്ല. എൻ്റെ പശു രക്ഷപ്പെട്ടു, അതിലെനിക്ക് സന്തോഷം. ചേന്നങ്കര കുന്നേൽമുക്ക് ഇടയിൽ റോഡിൽ മരം ഒടിഞ്ഞു വീണു. ഇതേ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. തേവലക്കരയിൽ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒടിഞ്ഞു വീണു. ചിലയിടങ്ങളിൽ വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കും മരം വീണിട്ടുണ്ട്. ഇതേ തുടർന്ന് വൈദ്യുതി ബന്ധവും മിക്കയിടങ്ങളിലും താറുമാറായി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉൾപ്പെടെ അപകട സ്ഥലങ്ങൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. MDMAയും കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശികളാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 5 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവും പിടികൂടി. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ SS ഷിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMAയും കഞ്ചാവുമായി 2 പേർ പിടിയിലായത്. കുലശേഖരപുരം ആദിനാട് വടക്ക വിഷ്ണു ഭവനിൽ വിഷ്ണു, കുലശേഖരപുരം നീലികുളം ആലക്കോട് കിഴക്കതിൽ അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. 5 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടികൂടി. ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ CP ദിലീപ, പ്രിവന്റീവ് ഓഫീസർ JR പ്രസാദ് കുമാർ, ഇന്റലിജൻസ് വിഭാഗം പ്രിവന്റീവ് ഓഫീസർ മനു, സിഇഒമാരായ MR അനീഷ്, BS അജിത്ത്, J ജോജോ, ജൂലിയൻ ക്രൂസ്, ബാലു S സുന്ദർ, H അഭിരാം, അരുൺലാൽ, വർഷ വിവേക് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLAക്ക് കൊല്ലത്ത് സ്വീകരണം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. യോഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായതോടുകൂടിയാണ് കുണ്ടറ MLA കൂടിയായ PC വിഷ്ണുനാഥിന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. കൊല്ലം DCC ഹാളിൽ സംഘടിപ്പിച്ച യോഗം മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായിരുന്ന VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോഡിയിലുള്ള പല ഇടപെടൽ വന്നു, പലയിടത്തും പ്രശ്നങ്ങളായി. ആ തരത്തിൽ സാഹചര്യമില്ലാതെ അതാത് വാർഡുകളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി വിഷ്ണു ഒരു കാര്യം പ്രത്യേകിച്ച് DCC പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കൊല്ലം കോർപ്പറേഷന്റെ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രയോജനം. കൊല്ലം ജില്ലയിൽ, ജില്ലാ പഞ്ചായത്തിലും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും കോർപ്പറേഷനിലും ഗുണപരമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണ്. ആ ശ്രമകരമായ ദൗത്യം വിഷ്ണു ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതിനോട് രാവിലെ അത് നിലമ്പൂരിൽ നിന്നാണ്. നിലമ്പൂരായിരുന്നു അവരുടെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് PC വിഷ്ണുനാഥ് MLA മറുപടി നൽകി. വിശ്വസിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ പാർട്ടി നമ്മളെ വിശ്വസിക്കും. പോകാനോ ലോബി ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഉപയോഗിക്കാൻ കൊള്ളും എന്ന് തോന്നിയാൽ പാർട്ടി നമ്മളെ ഉപയോഗിക്കും. പാർട്ടി നമുക്ക് ചുമതലകളെ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്വത്തിൽ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ പ്രവർത്തിച്ച് നേരത്തെ ഇവിടെ ശ്രീ KC രാജൻ അവരും പ്രസിഡന്റുമെല്ലാം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ നേതാക്കളെല്ലാം ഞാൻ കേസുമായിരുന്ന കാലം മുതൽ കണ്ട നേതാക്കന്മാരാണ്. വേദിയിലുള്ള നേതാക്കൾ രാജേട്ടൻ, DC പ്രസിഡന്റ് പ്രസാദ് സാറ്, ഞങ്ങളുടെ നാട്ടിലെ ആദർശ പുരുഷനായ നേതാവ്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് S ബിന്ദു കൃഷ്ണ, MM നസീർ, KC രാജൻ, സൂരജ് രവി, P ജർമിയാസ്, MM സഞ്ജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് മഴ ശക്തം, കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. മഴയിൽ വ്യാപക നാശനഷ്ടം, വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇടപ്പള്ളിക്കോട്ടയിൽ ഫ്ലെക്സ് ബോർഡുകൾ വീണ് വാഹനങ്ങൾ തകർന്നു. കുണ്ടറയിലും വ്യാപക നാശം. ശക്തമായ മഴയിൽ ഇരുനിലകളുള്ള കടമുറി കെട്ടിടം തകർന്നു. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. 25 ലക്ഷം രൂപയുടെ നഷ്ടം. വേടനെതിരായ പരാമർശം, RSS നേതാവിന് സ്റ്റേഷൻ ജാമ്യം. കേസരി മുഖ്യപത്രാധിപർ NR മധുവിനാണ് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.